ദണ്ഡറ്റവും മുറിക്കും വാളുവചനം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, യെശയ്യായുടെ പുസ്തകം 57-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുക, ആരെ പേടിച്ചാണ് നീ കള്ളം പറഞ്ഞത്? നീ എന്നെപ്പറ്റി ഓർക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്റെ വ്യക്തിത്വത്തെ നോക്കി ഇന്ന് ചോദിക്കുന്നു, നീ ആരെ പേടിച്ചാണ് ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്തത്? യെശയ്യായുടെ പുസ്തകം 57:11, നീ ആരെ പേടിച്ചാണ് കള്ളത്തരം പറഞ്ഞത്? എന്നെ ഓർക്കുകയോ എന്നെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വചനം ഇങ്ങനെ ചോദിക്കുക, ദീർഘനാൾ ഞാൻ നിശബ്ദനായിരുന്നത് കൊണ്ടാണോ നീ എന്നെ ഭയപ്പെടാത്തത്? ദീർഘനാൾ ഞാൻ നിശബ്ദനായിരുന്നത് കൊണ്ടാണോ നീ എന്നെ ഭയപ്പെടാത്തത്? സ്വന്തം അഹന്തയിൽ കാലൂന്നി ചവിട്ടി നിന്ന് അഹങ്കരിക്കുന്ന സകല മനുഷ്യരോടും സ്വന്തം പ്രാപ്തിയും സ്വന്തം ശക്തിയും പറവ പോലെ പറക്കാൻ അനുവദിച്ച് അഹങ്കരിക്കുന്ന സകല മനുഷ്യരോടും ദൈവം ചോദിക്കുന്നു, ഞാൻ നിശബ്ദനായിരുന്നത് കൊണ്ടാണോ നീ ഇങ്ങനെ ജീവിക്കുന്നത്? യെശയ്യാ 57:11 അഭിഷേകത്താൽ ഹൃദയത്തെ തുറക്കാനും അഹങ്കാരത്തെ മാറ്റാനും കുറെ കൂടെ കർത്തൃസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട ജീവിതം നയിക്കാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. കർത്താവ് അതിന് ഹൃദയത്തെ ഒരുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ. അങ്ങയെക്കുറിച്ച് ചിന്തിക്കാനും ജീവിതം മുഴുവൻ സുവിശേഷ വേലയാക്കാനും ഒരു പുത്തൻ അഭിഷേകം വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ. ആമേൻ.